ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഡിന്നറിന് എന്താണ് ഉണ്ടാക്കുക എന്ന് ആലോചിക്കുമ്പോഴാണ് റാഗിപ്പൊടിയുടെ കാര്യം ഓർമ്മ വന്നത്. ഇത് റാഗി മുളപ്പിച്ച് ഉണക്കി പൊടിച്ച് വെച്ച പൊടിയാണ്. ആ പൊടിയിൽ നിന്ന് ഒരു കപ്പ് റാഗിപ്പൊടി എടുത്ത് ഈ റാഗിപ്പൊടിയാണ് കൊണ്ടാണ് ഇന്ന് ഡിന്നർ ഉണ്ടാക്കുന്നത്. ഒരു കപ്പ് റാഗിപ്പൊടി ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് ആ കപ്പ് തന്നെ അരക്കപ്പ് വെള്ളം എടുത്ത് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് കലക്കിയെടുക്കണം. ഇത് കട്ടിയില്ലാണ്ട് ഒന്ന് കലക്കിയെടുത്തു കഴിഞ്ഞാൽ അരച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഇത് കലക്കിയെടുക്കുന്നത്. ഇത് പൊടി തന്നെ മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് വെള്ളമൊഴിച്ച് അരക്കുന്ന സമയത്ത് പെട്ടെന്ന് ലൂസായി കിട്ടൂല. ഇനി കുറച്ചും കൂടെ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ച് ഒന്നും കൂടെ കലക്കിയെടുത്തു. 3/4 കപ്പ് വെള്ളം ഒഴിച്ച് റാഗിപ്പൊടി കലക്കിയെടുത്തിട്ടുണ്ട്. അത് മിക്സി ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു പിടി തേങ്ങയും ആവശ്യത്തിന് ഉപ്പും 3 ചെറിയുള്ളിയും ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കണം. ഇനി ഒരു ബൗളിലേക്ക് ഈ അരച്ച കൂട്ട് ഒഴിച്ചു കൊടുത്ത് ഈ ഒരു പാകത്തിലാണ് മാവ് ലൂസായി കിട്ടേണ്ടത്. ഞാനിത് പൊടി കലക്കുന്ന സമയത്ത് 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിന്. ആ വെള്ളം കറക്റ്റാണ്. ഇനി വെള്ളം ഒഴിക്കണ്ട. ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ വെള്ളം ശരിയായിട്ടില്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ആദ്യം ഒഴിക്കുന്ന സമയത്ത് കുറച്ചായി ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി. കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ പിന്നെ ദോശ ചുട്ടെടുക്കാൻ പറ്റില്ല. ഇനി ദോശക്കല്ല് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒന്ന് എണ്ണ തടവി കൊടുത്ത ശേഷം ചൂടായ ദോശക്കല്ലിലേക്ക് ഒരു തവി മാവ് കോരി ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് പരത്തിയെടുക്കണം. ഇനി ഇതിന് മുകളിൽ വേണമെങ്കിൽ നെയ്യോ എണ്ണയോ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെക്കാം. എണ്ണ ഒഴിക്കാണ്ട് ഇത് ചുട്ടെടുക്കുക. എണ്ണ ഒഴിക്കാണ്ടാണ് കൂടുതൽ ചുട്ടെടുക്കാൻ എളുപ്പം. ദോശ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വാങ്ങാം. ചട്ടു ഉപയോഗിച്ച് ഇത് ദോശ വാങ്ങാം. റാഗി ദോശ റെഡിയായി. ഇതുപോലെ എണ്ണയൊന്നും ഒഴിക്കാണ്ട് തന്നെ ചുട്ടെടുക്കുക ദോശ. എണ്ണ ഒഴിക്കാണ്ട് മാവ് കോരി ഒഴിച്ച് ഒന്ന് പരത്തി കൊടുത്താൽ മതി. മുകളിൽ വേണമെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ എണ്ണ ചേർക്കാണ്ട് ചുട്ടെടുക്കുക. നല്ല മൊരിഞ്ഞ ദോശ കിട്ടണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഇതുപോലെ നെയ്യോ എണ്ണയോ ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ചാൽ നല്ല മൊരിഞ്ഞ റാഗി ദോശ കിട്ടും. നമുക്ക് എത്ര മൊരിച്ചെടുക്കണം എന്നുള്ളതിനനുസരിച്ചിട്ട് ഉണക്കിയെടുക്കാം. കുറച്ചും കൂടെ മുരിഞ്ഞ് കിട്ടണമെങ്കിൽ കുറച്ച് സമയം കൂടെ വെച്ച് കൊടുത്താൽ മതി. മാവ് കലക്കിയത് കറക്റ്റ് ആയതുകൊണ്ട് ദോശയെല്ലാം പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റുന്നുണ്ട്. കറക്റ്റായിരിക്കണം മാവിൽ വെള്ളം. വീണ്ടും ദോശ ഇതുപോലെ ചുട്ടെടുക്കുക. ഈ പാകത്തിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇതുപോലെ ദോശ ഇങ്ങനെ ദോശക്കല്ലിൽ നിന്ന് ഇങ്ങനെ പൊളിഞ്ഞ് വരും. നല്ല രസമുള്ള റാഗി ദോശ റെഡിയായി. ഇത് മുഴുവൻ ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട്. ഈ റാഗി ദോശയെല്ലാം കഴിക്കുന്ന സമയത്ത് ചൂടോടെ കഴിക്കണം. തണുത്ത് കഴിഞ്ഞാൽ ദോശ രസം ഉണ്ടാവില്ല. നമ്മുടെ ആവശ്യത്തിന് മാത്രം ചുട്ടെടുത്ത് ബാക്കി ഫ്രിഡ്ജിൽ വെച്ച് ആവശ്യാനുസരണം ചുട്ടെടുക്കുന്നതാണ് നല്ലത്. ചൂടോടെ ഉണ്ടാക്കിയ ഉടനെ കഴിക്കണം. ചമ്മന്തിയോ സാമ്പാറോ ഒക്കെ കൂട്ടി ദോശ കഴിക്കാം. ദോശ മുഴുവനായി ചുട്ടെടുത്തിട്ടുണ്ട്. നമ്മളിത് സാമ്പാറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. നല്ലൊരു വീഡിയോയുമായി നാളെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.